അസ്സലാമു അലൈക്കും മുത്തുമണീസ്. ആദ്യത്തെ നോമ്പിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ചെയ്യണത്. നിങ്ങളൊക്കെ എന്താ കിച്ചണിൽ കയറാൻ വേണ്ടി നിൽക്കുമായിരിക്കും അല്ലേ? അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഉച്ചയുടെ മുമ്പ് തന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർത്താലേ നമുക്ക് ഉച്ചരിയുമ്പോൾ ആകുമ്പോഴത്തേക്ക് വലിയൊരു ഇതുണ്ടാവില്ലല്ലേ. നമ്മൾ എനർജിയൊക്കെ പോണ ഒരു ടൈമല്ലേ, നല്ലൊരു ദാഹവും ക്ഷീണമൊക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കിയിരുന്നു കേട്ടോ. ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഞാനെൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ സമൂസയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഉള്ളിലേക്ക് ഇച്ചിരി വേപ്പില, പിന്നെ അതേപോലെ ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടുങ്ങാണ്ട്, പിന്നെ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ആണ് കേട്ടോ. ചോപ്പ് ചെയ്തതാണ് ഞാൻ. അങ്ങനെ അതും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന ടൈമിൽ അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ നമ്മളെ ഇച്ചിരി മുളക് പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമുക്ക് മസാല ആക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഇന്നലെ ഇതാക്കിയല്ലോ, ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഗ്രീൻ പീസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് വളരെ ഈസിയായി, പെട്ടെന്ന് അത് എടുത്തുങ്ങാണ്ട് അങ്ങനെ നമുക്കത് ഈ മസാലയ്ക്ക് ഇട്ടാൽ മതിയായിരുന്നു. ലാസ്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇടണില്ല എന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് തോന്നി ഇട്ടിട്ടില്ലെങ്കിൽ എന്തൊരു സുഖമില്ല. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മളെ ചിക്കനും പാടെ ഇട്ടുങ്ങാണ്ട് നമ്മൾ മസാല അവിടെ സെറ്റായിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ പത്തിരിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണ്. വെള്ളം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. പത്തിരിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അത് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് വെച്ചങ്ങാണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് നല്ല ചൂടല്ലേ, അപ്പം നമുക്ക് കയ്യുമ്മക്ക് വരണീനെ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരത്തി ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരുടെ വീട്ടിലും അധികേറും പത്തിരി ആയിരിക്കും അല്ലേ. ഫസ്റ്റത്തെ നോമ്പിന് ആദ്യത്തെ 10 ദിവസം എന്തായാലും അധികേറും എല്ലാ വീട്ടിലും ഇങ്ങനെ പത്തിരിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പയ്യെ നമ്മളിങ്ങനെ ആ ഒരു പത്തിരിമെന്ന് ഇങ്ങനെ പോരലെടുത്തു അല്ലേ. പിന്നെ അവസാനത്തെ 10 എത്തുമ്പോഴേക്കും അടുത്തത് വീണ്ടും പത്തിരി എത്തുക. നമ്മളങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കുട്ടികൾക്ക് പത്തിരി തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഭാവിക്ക് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഇതാക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഡേ ആയതുകൊണ്ട് ഞാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് പിന്നെ ഉച്ചരിഞ്ഞിട്ടാണ് കേട്ടോ സമൂസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. സമൂസയുടെ ഫില്ലിങ്സൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സമൂസയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ സിയമോള് 2 ദിവസം മുമ്പ് കുറച്ച് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി മുക്കാൽ ഓൾ തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ അതിലൊരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചെങ്ങാണ്ട് അവൾക്ക് സ്ട്രോബെറി ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ അടിച്ചു കൊടുത്ത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ തരിക്കഞ്ഞീൻ്റെ പരിപാടി ഇതാക്കാൻ വിചാരിച്ച് പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തിച്ച് റവ തപ്പി നോക്കിയപ്പോഴാണ് റവ കാണാനില്ല. ബാവ പോണിൻ്റെ മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റവ എഴുതി കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൽ റവ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഇതാക്കണ്ടേന്ന് വിചാരിച്ചെങ്ങാണ്ട് ഞാൻ സേമിയനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേമിയ പായസം പോലെ ഒരു ഇത് ആക്കി കൊടുത്തതായിരുന്നു കേട്ടോ. സംഭവം തരിക്കഞ്ഞിൻ്റെക്കാട്ടിലും കുട്ടികൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും
നോമ്പാകുമ്പോഴല്ലേ നമ്മൾ അധികേറും തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ഇല്ല, ഇനി നാളെ എന്തായാലും ഇൻഷാ അല്ലാഹ് യാസീൻ നാളെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ചിട്ട്, ഫസ്റ്റത്തെ നോമ്പല്ലേ, ക്ഷീണിച്ചിട്ട് നാളെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടോ. അടുത്തതായിട്ട് പിന്നെ ഞാൻ സമൂസൻ്റെ ഇതൊക്കെ നോക്കണം. അപ്പോഴത്തേക്ക് ടൈം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമൂസ ഒക്കെ പൊരിക്കാൻ വേണ്ടി ഇതാക്കുകയാണ്. യാസീനാണ് എനിക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ച് സെറ്റാക്കി തരുന്നത്. കാരണം എണ്ണ പരിപാടിയല്ലേ. അപ്പോൾ ഓന് പിന്നെ ഓനിക്കാണെങ്കിൽ ടൈമും പോണില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ടൈം പെട്ടെന്ന് പോകും. 4 മണിക്ക് ശേഷമൊക്കെ കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആയി കിട്ടട്ടെ. ഇവനാണെന്നുണ്ടെങ്കിൽ ടൈം പോണില്ല, പെട്ടെന്ന് എന്താ ബാങ്ക് കൊടുക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഓൻ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സമൂസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഞാൻ കറി, നമ്മൾ രാവിലെ കറി സെറ്റാക്കിയിരുന്നല്ലോ, അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് പാർന്നത് ഇപ്പോഴായിരുന്നു കേട്ടോ. അതിന് ശേഷം ലാസ്റ്റാണ് പത്തിരിമ്മക്ക് നിന്നത്. ആവും അപ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നാരങ്ങ വെള്ളമൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. യാസീനാണ് നാരങ്ങ വെള്ളമൊക്കെ ഇതാക്കിയത്. പക്ഷേ അതിൽ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് പോയത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഓനിക്കാണെന്നുണ്ടെങ്കിൽ സമയം പോകണമില്ല. അങ്ങനെ നമ്മൾ പത്തിരിയും കാര്യങ്ങളൊക്കെ ചുട്ട് വെച്ച് ഒക്കെ കഴിഞ്ഞ് ഒരു 6 മണി 6:15 ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരുന്നു കേട്ടോ. അവസാനം പിന്നെ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരിക്കുകയായിരുന്നു. ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഫസ്റ്റത്തെ നോമ്പ് തുറന്നു. കഴിഞ്ഞ കൊല്ലത്തിൽ നോമ്പിന് നമ്മളെ കൂടെ എല്ലാവരൊന്നും കുറേ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല അല്ലേ. പോലെയൊക്കെ മനസ്സ് വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പത്തിരിയും കറിയും കാര്യങ്ങളൊക്കെ ഇവർ കുടിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ നോമ്പ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.